ഹലോ, ഇന്ന് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബ്രെഡും പഴമൊക്കെ വീട്ടിലുണ്ടാവുന്ന സമയത്ത് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. കുട്ടികളുടെ ടിഫിൻ ബോക്സിനൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് തൊട്ട് സമയം കളയാതെ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതിനായിട്ട് കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 4 എണ്ണമാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബ്രെഡ് സ്ലൈസിൽ മാറ്റങ്ങൾ വരുത്താം. ഇനി ഇതിൽ ഓരോ സ്ലൈസും എടുത്തിട്ട് അതൊരു സ്ക്വയർ രൂപത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ 4 ഭാഗത്തും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഉള്ളിൽ ആ പീസ് എടുത്ത് മാറ്റുമ്പോൾ നമുക്കൊരു സ്ക്വയർ രൂപത്തിൽ ഇത് കിട്ടും. ഇനി മാറ്റി വെച്ച പീസ് ഉണ്ടല്ലോ, അത് കളയരുത്, നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ രീതിയിൽ ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസസും ഇതുപോലെ സ്ക്വയർ രൂപത്തിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അടുത്തായിട്ട് വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ചെറിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ വട്ടത്തിൽ ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കട്ടിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഒരുപാട് കട്ടി കുറക്കണ്ട, ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 2 നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. ഇനി നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് പീസസ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലായിട്ട് ബനാന പീസസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഒരു 5 എണ്ണം വീതമാണ് ഓരോന്നിലും വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മുട്ടയുടെ കൂട്ടുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കണം എല്ലായിടത്തും. കാരണം ഈ ബനാന ഒന്ന് മുങ്ങി വരുന്ന ആ രൂപത്തിലാണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി കട്ട് ചെയ്ത് മാറ്റി വെച്ച പീസ് ഉണ്ടല്ലോ ബ്രെഡിൻ്റെ, അത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും മുട്ടയുടെ കൂട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പീസ് അവിടെ നന്നായിട്ട് സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഈ ഭാഗം നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. ഏകദേശം ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം. 2 ബ്രെഡ് പീസസ് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് ഒന്ന് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ട് വരുന്നത് വരെയാണ് ഇതൊന്ന് മൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ബട്ടർ വേണമെങ്കിൽ ഇനി ഇതിൻ്റെ മേലെയൊക്കെ ഒന്ന് തൂവി കൊടുക്കാവുന്നതാണ്. അപ്പോൾ 2 സൈഡ് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഞാനിത് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രെഡ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോട് കൂട്ടിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീണ്ടും മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്